കസ്റ്റമർ സർവീസ് എലവേറ്റ് ചെയ്യാനും സെയിൽസ് ഈസി ആക്കാനും വേണ്ടി ഒരുപാട് പ്രോസസ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അല്ലേ? എല്ലാ പ്രോസസ്സിലും ബേസിക്കലി ഫ്രം ഗ്രൂമിങ് ടു ആഫ്റ്റർ സെയിൽസ് വരെയുള്ള ഒരുപാട് സ്റ്റെപ്പുകളുണ്ടാവും. ഓരോ പ്രോസസ്സിനും ചെറുതായിട്ട് സ്റ്റെപ്പുകൾ കൂടെ കുറേ ചെയ്യുമെന്ന് മാത്രം. ഹവവർ എല്ലാ സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്ന പല ആളുകളും ചില സമയത്ത് മിസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പുണ്ട്. നീഡ് അനാലിസിസ് വരുന്ന പ്രോബിങ്. സോ പ്രോബിങ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കുക, ആൻസേഴ്സ് അറിയുക എന്നുള്ളതാണ്. സോ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ചില എക്സിക്യൂട്ടീവ്സിനോട് അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ കസ്റ്റമറോട് സംസാരിക്കാറുണ്ടോ? അപ്പോൾ അവർ പറയുന്നത് സംസാരിക്കാറുണ്ട്, വീട് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്, പേരെന്താണെന്ന് ചോദിക്കാറുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കാറുണ്ട്. ഇതെല്ലാം ആക്ച്വലി സ്മോൾ ടോക്കാണ്, പ്രോബിങ് അല്ല. സോ പ്രോബിങ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. പ്രോബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ എല്ലാവരും കസ്റ്റമേഴ്സാണ്. നമുക്കൊരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഷോറൂമിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് എൻക്വയറി ചെയ്യും. പക്ഷേ അതിൻ്റെ അതേ സമയത്ത് തന്നെ കോമ്പറ്റീഷനിൽ മറ്റുള്ള പല പ്രൊഡക്ട്സും കാണുന്ന സമയത്ത് നമ്മുടെ നീഡ്സ് കൂടിക്കൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കലി. ഈ നീഡ്സിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാനുള്ള ടെക്നീക്കാണ് ആക്ച്വലി പ്രോബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോദ്യങ്ങൾ കറക്റ്റായിട്ട് ചോദിക്കുക എന്നുള്ളത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു വാഷിംഗ് മെഷീന് വേണ്ടി പോകുന്ന സമയത്ത് എന്നോട് ചോദിക്കുകയാണ്, ഇതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന ബ്രാൻഡ് ഏതാണ്? സോ ഇന്ന എക്സ് ബ്രാൻഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഇന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരുന്നത്. സാറിൻ്റെ വീട്ടിൽ എത്ര ആളുകളുണ്ട് വാഷ് ചെയ്യാനുള്ള എത്ര പേരുണ്ട്? സോ എൻ്റെ ഒരു അച്ഛൻ, അമ്മ, കുട്ടികൾ, വൈഫ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. ഇനി അത് കൂടാതെ എവിടെയാണ് സാർ ഇത് നോർമലി വെക്കാറുള്ളത്? പുറത്താണോ അതല്ലെങ്കിൽ വീടിനുള്ളിൽ തന്നെയുള്ള ഏതെങ്കിലും ഭാഗത്താണോ? സോ ഞാൻ പറഞ്ഞു സാധാരണ പുറത്താണ് നമ്മളിത് വെക്കാറുള്ളത്. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ, ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ, എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടോ, എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടോ, അത് സെയിൽസ് എക്സിക്യൂട്ടീവിന് വളരെ ഈസി ആയിട്ട് മാപ്പ് ചെയ്യാൻ പറ്റും. ഈ ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർ വരും, അവരൊരു പ്രൊഡക്റ്റ് കാണും, സെയിൽസ് എക്സിക്യൂട്ടീവ് വളരെ വേഗത്തിൽ ചിലപ്പോൾ അതിനെ ക്ലോസ് ചെയ്യും. ഹവർ ആഫ്റ്റർ സം ഡേയ്സ് അല്ലെങ്കിൽ ആഫ്റ്റർ സം ടൈം കസ്റ്റമർ അതിനുള്ള തൃപ്തി പോകും. കാരണം അവൻ്റെ ആവശ്യങ്ങൾ എന്തായിരുന്നോ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ആയിരിക്കില്ല കിട്ടിയിട്ടുണ്ടാവുക. രണ്ടാമത്തെ സിനാരിയോ, ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴുള്ള ചില കസ്റ്റമർ എക്സിക്യൂട്ടീവിൻ്റെ റെസ്പോൺസസ് ആണ്. സോ എന്താണ് അതിലുള്ള വ്യത്യാസം? ചില കസ്റ്റമർ എക്സിക്യൂട്ടീവ് ചോദിക്കുമ്പോൾ ഏത് പ്രൊഡക്റ്റാണ് മുൻപ് യൂസ് ചെയ്തിരുന്നത്? അവൻ്റെ ഒരു എക്സ് ബ്രാൻഡിനെ കുറിച്ച് പറഞ്ഞ് ഈ പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പറയും, അതൊരു പൊട്ട പ്രൊഡക്റ്റ് ആയിരുന്നു അല്ലേ, എത്ര നാൾ യൂസ് ചെയ്തൊരു കാര്യമില്ല, റൈറ്റ്? പക്ഷെ അത് എനിക്കൊരു ഇമോഷണൽ പ്രോബ്ലമാണ്. കാരണം എന്താ, ഞാൻ 5-8 കൊല്ലം ഒരു പക്ഷേ യൂസ് ചെയ്ത് കൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. 2 രീതിയിലുണ്ട്. ഒന്ന് മോശം പറയുന്നു, 2 എൻ്റെ പഴയകാല ജഡ്ജ്മെൻറ്റിനെ അദ്ദേഹം ചോദ്യം ചെയ്യണം. കറക്റ്റ്? സോ കസ്റ്റമർ ആക്ച്വലി ഒരു ബാക്ക് ഫുഡിലേക്ക് പോകുന്ന സമയത്ത് അങ്ങനത്തെ ചോദ്യങ്ങൾ ഒരിക്കലും ചോദിക്കരുത്. എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അതിന് വേണ്ടിയുള്ള പ്രോബിങ് നിങ്ങൾ മുൻകൂട്ടി കണ്ടിരിക്കണം. നമ്മളത് മുൻകൂട്ടി കാണാതെ ഇരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ആ റൈറ്റ് ടൈമിൽ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. സോ നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് വിൽക്കുന്നതാണെങ്കിലും ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാലാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ആ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുക എന്നുള്ള ഒരു കൃത്യമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. അതിന് പ്രാക്ടീസ് ചെയ്യണം. കസ്റ്റമേഴ്സിനോട് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, ഓപ്പൺ ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ആൻസേഴ്സ് നമുക്ക് റിലയബിൾ അല്ലെങ്കിൽ പോലും നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ആ ഒരു പ്രൊഡക്റ്റിലേക്ക്, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു വഴി വേണം. മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമറിനെ കറക്റ്റായിട്ട് നിങ്ങൾ പ്രോബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ പ്രൊഡക്റ്റിലേക്ക് കസ്റ്റമറിൻ്റെ ഡെമോൺസ്ട്രേഷൻ ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കില്ല, റൈറ്റ്? കാരണം കസ്റ്റമറിൻ്റെ ഒരു ഇൻഫർമേഷനും കസ്റ്റമർ എന്താണ് നീഡ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കസ്റ്റമർ എന്താണ് ചോദിച്ചു വന്നത് അത് മാത്രം ജസ്റ്റ് കാണിച്ചു കൊടുക്കാനേ സാധിക്കുകയുള്ളൂ. കറക്റ്റ്? സോ നിങ്ങളുടെ പ്രൊഡക്റ്റിലേക്ക് പ്രോപ്പറായിട്ട് മാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ വേണം. അതല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ബെഗ് ചെയ്യേണ്ടി വരും, സർ പ്ലീസ്, അല്ലെങ്കിൽ മാഡം പ്ലീസ് എൻ്റെ പ്രൊഡക്റ്റ് കൂടി നോക്കേണ്ടി വരും, പറയേണ്ടി വരും. കറക്റ്റ് അല്ലേ? സോ പ്ലീസ് എൻഷുവർ നെക്സ്റ്റ് ടൈം കസ്റ്റമറായിട്ട് സംസാരിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള റൈറ്റ് പ്രോബിങ് നടത്തുക, റൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ആ ഇൻഫർമേഷൻ കറക്റ്റ് മനസ്സിലാക്കി അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനും സെല് ചെയ്യാനും സാധിക്കും. ഇനി ഇതിനോടൊപ്പം തന്നെ ഇതെങ്ങനെ ചോദിക്കുക എന്നുള്ളതുണ്ട്. അത് അടുത്ത വീഡിയോസിൽ നമുക്ക് സംസാരിക്കാം. WWDP പോലുള്ള നമുക്ക് ഒരുപാട് ടെക്നിക്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അത് അടുത്ത വീഡിയോസിൽ നമുക്ക് സംസാരിക്കാം. ഓൾറൈറ്റ്, താങ്ക് യു.